മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 4th സെമ്മിലെ ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന ഒരു പുതിയ പേപ്പറാണ് നമ്മളിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ്. എല്ലാ തരം ഡൈവേഴ്സിറ്റി ഉള്ളവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഇൻക്ലൂസീവ് സ്കൂൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂളാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ആ ടോപ്പിക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവരെയും ഉൾപ്പെടുത്തുക, അല്ലേ? ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ കുട്ടികളെയും, വെദർ ദേ ആർ ഏബിൾഡ് ഓർ ഡിസേബിൾഡ്, വ്യത്യസ്ത തരം എബിലിറ്റി ഉള്ളവരുണ്ടാവും, ഡിസബിലിറ്റി ഉള്ളവരുണ്ടാവും, വ്യത്യസ്ത തരം ഡൈവേഴ്സിറ്റി ഉള്ളവരുണ്ടാവും, കൾച്ചറലി ബാക്ക്വേർഡ് ഉണ്ടാവും, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ളവരുണ്ടാവും, അതുപോലെ തന്നെ ജെൻഡർ ഡൈവേഴ്സിറ്റി ഉള്ളവരുണ്ടാവും, അതുപോലെ തന്നെ പിന്നെ ഭാഷാപരമായിട്ട് മൈനോറിറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ പിന്നെ വ്യത്യസ്ത തരം ഇമ്പയർമെൻ്റ് ഉള്ളവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ളവരുണ്ടാവും, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ടാവും, എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സ്കൂൾ, ഒരു ക്ലാസ് റൂമിൽ എങ്ങനെ പിന്നെ കുട്ടികൾക്ക് പിന്നെ പഠന പ്രവർത്തനങ്ങൾ നൽകാം, എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആർ ഫോക്കസ്ഡ് ഓൺ ദ റീസ്ട്രക്ചറിങ് ഓഫ് സ്കൂൾസ് ടു ആക്സെപ്റ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ദ നീഡ്സ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദ റീസ്ട്രക്ചറിങ് ഓഫ് സ്കൂൾസ്. സ്കൂളുകളുടെ ഘടന തന്നെ എന്താണ്? മാറ്റി നിശ്ചയിക്കുകയാണ്, റീസ്ട്രക്ചർ ചെയ്യാം. എന്തിന്? ടു ആക്സെപ്റ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ദ നീഡ്സ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. എല്ലാ കുട്ടികളുടെയും ആവശ്യങ്ങൾ സ്വീകരിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ അവരുടെ ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും അനുഭവങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. In inclusive program, specialized instruction and support are provided to any students who is in need of help without labeling him disabled or exceptional. ഏതൊരു കുട്ടിക്കും അവന് ഡിസേബിൾഡ് ആണോ, ഏബിൾഡ് ആണോ, ഓർ ഡിസേബിൾഡ് ആണോ, എക്സെപ്ഷണൽ ആണോ, നോൺ എക്സെപ്ഷണൽ ആണോ എന്നൊന്നും പരിഗണിക്കാതെ എന്ത് ചെയ്യാണ്? സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ അതുപോലെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നോ ഡിസ്ക്രിമിനേഷൻ ഈസ് മെയ്ഡ് അമംഗ് ദ എക്സെപ്ഷണൽ ഓർ നോൺ എക്സെപ്ഷണൽ ചിൽഡ്രൻ. എക്സെപ്ഷണൽ ചിൽഡ്രനും അതുപോലെ നോൺ എക്സെപ്ഷണൽ ചിൽഡ്രനും തമ്മിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും വിവേചനവും ഇല്ല. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ്. ഇൻ ഇൻക്ലൂസീവ് സ്കൂൾസ് ഓൾ ദ ചിൽഡ്രൻ ഇൻ ഓൾ ഷെയ്ഡ്സ് ഓഫ് ദെയർ എക്സെപ്ഷനാലിറ്റി ഓർ ഡിസബിലിറ്റി ആർ വെൽക്കം by making necessary arrangements and accommodations for their education in the same school and class along with their disabled peers. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇൻക്ലൂസീവ് സ്കൂളിൽ എല്ലാ കുട്ടികളും ഏതേ തരം എക്സെപ്ഷനാലിറ്റി ഉണ്ടായാലും ഡിസബിലിറ്റി ഉണ്ടായാലും അതില്ലെങ്കിലും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എങ്ങനെ? സ്കൂളിൽ അതിനാവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്, ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട്, അതുപോലെ അക്കോമഡേഷൻസ് ചെയ്തുകൊണ്ട്, ഓരോരുത്തരുടെയും ഇതനുസരിച്ചിട്ട് അവരുടെ കഴിവനുസരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ എബിലിറ്റിയോ ഡിസബിലിറ്റിയോ പരിഗണിക്കാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാനുള്ള രീതിയിൽ സ്കൂളിൽ ആവശ്യമായ അറേഞ്ച്മെൻറ്റ്സ്, അതുപോലെ അക്കോമഡേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ഒരേ സ്കൂൾ, ഇൻ ദ സെയിം സ്കൂൾ ആൻഡ് ക്ലാസ്, ഒരേ ക്ലാസ്സിലാണ്, അലോങ് വിത്ത് ദ ഡിസേബിൾഡ് പിയേഴ്സ്. ഡിസേബിൾഡ് ആയിട്ടുള്ള മറ്റ് സമപ്രായക്കാരായ കുട്ടികളുടെ കൂടെ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ എന്താണ്? ഒരു സ്കൂളിൽ, ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകാനുള്ള ക്രമീകരണമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞാണ്. ഇനിയിപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്നും ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഇൻറ്റഗ്രേഷൻ, അതുപോലെ നോർമലൈസേഷൻ, അതുപോലെ മെയിൻ സ്ട്രീമിങ്, സെഗ്രിഗേഷൻ, ഇങ്ങനെ കുറേ വരും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ടോപ്പിക്കിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളത്
ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂളിംഗ്. ഈ ടോപ്പിക്ക് വളരെ പ്രധാനമാണ്. കാരണം കുറേ ബേസ് കിട്ടണമെങ്കിൽ എന്താണ് ഇൻക്ലൂസീവ് സ്കൂളിംഗ്, എങ്ങനെ വന്നു, അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR proclaimed by the United Nations General Assembly in Paris on 10th December 1948 sets out for the first time fundamental human rights to be universally protected. നമുക്കറിയാം 1948 ഡിസംബർ 10 UN ജനറൽ അസംബ്ലി പാസ്സാക്കിയ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ, ലോകത്തിലെ എല്ലാ പൗരൻ്റെയും മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കപ്പെടണം എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ 26 ആണ്. ആർട്ടിക്കിൾ 26 ഓഫ് ദ ഡിക്ലറേഷൻ പ്രൊക്ലെയിംസ് ദ റൈറ്റ് ഓഫ് എവരി സിറ്റിസൺ ടു ആൻ അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, റേസ്, കളർ ആൻഡ് റിലീജിയൻ. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 26 എന്ത് പറയുന്നു? ഇറ്റ് പ്രൊക്ലെയിംസ് ദ റൈറ്റ് ഓഫ് എവരി സിറ്റിസൺ, ഓരോ പൗരൻ്റെയും, ലോകത്ത് എവിടെയുള്ള ഏതൊരു പൗരൻ്റെയും അവകാശം എന്താണെന്ന് പ്രഖ്യാപിക്കുന്നു. എന്തിന്? ടു ആൻ അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ, അവന് ഉചിതമായ ഒരു വിദ്യാഭ്യാസം ലഭിക്കുവാൻ വേണ്ടിയിട്ട്, റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, റേസ്, കളർ ആൻഡ് റിലീജിയൻ. ആണോ പെണ്ണോ നോക്കാതെ, ലിംഗവിവേചനമില്ലാതെ, അതുപോലെ വർഗ്ഗവിവേചനമില്ലാതെ, നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ, മതപരമായ വിവേചനമില്ലാതെ, ഈ പരിഗണനകൾക്ക് അപ്പുറത്തേക്ക്, ഈ പരിഗണനകൾക്ക് അതീതമായിക്കൊണ്ട് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകണമെന്നാണ് ആർട്ടിക്കിൾ 26 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾ 26 പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനമാണത്. Since then, in almost all countries, children with adults with disabilities were excluded from formal education altogether. അതുവരെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പ്രഖ്യാപിക്കപ്പെടുന്നത് വരെ ലോകത്തെ പല രാജ്യങ്ങളിലും ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ എന്ത് ചെയ്യുന്നു? ക്ലാസ് റൂമിൽ നിന്ന് സ്കൂളുകളിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. They were gradually pushed out of the school system because schools were not sensitive to their learning styles and backgrounds. ക്രമേണ അവരെല്ലാം സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പുഷ്ഡ് ഔട്ട് ഓഫ് ദ സ്കൂൾ സിസ്റ്റം. കാരണം എന്താ? സ്കൂളുകൾ അവരുടെ ലേണിംഗ് സ്റ്റൈല്, അവരുടെയൊക്കെ ഓരോരുത്തരുടെയും പഠന രീതികൾ, അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ, അതിനോട് കൂടുതൽ പരിഗണന കാണിക്കാൻ തയ്യാറായില്ല, സെൻസിറ്റീവ് ആയില്ല. അവർക്ക് ആവശ്യമായ അംഗീകാരങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സ്കൂളിൽ കഴിയാത്തത് കൊണ്ട് പല കുട്ടികളും എന്ത് ചെയ്തു? ആ കുട്ടികൾ അധികവും സ്കൂളിൽ നിന്ന് പുഷ്ഡ് ഔട്ട് ആയിപ്പോയി, അതായത് പുറത്ത് പോവേണ്ടി വന്നു. സം ചിൽഡ്രൻ വെയർ സോർട്ടഡ് ഔട്ട് ഇൻ ടു കാറ്റഗറീസ് ആൻഡ് പ്ലേസ്ഡ് ഇൻ സെപ്പറേറ്റ് സ്കൂൾസ് അവേ ഫ്രം ദെയർ പിയേഴ്സ്. എന്നാൽ ചില കുട്ടികൾ എന്ത് ചെയ്തു? അവരെ സോർട്ട് ചെയ്തു, തിരഞ്ഞെടുത്തിട്ട് ചില കാറ്റഗറിയിലുള്ള അവരെന്ത് ചെയ്തു? സ്പെഷ്യൽ സെപ്പറേറ്റ് സ്കൂളുകളിൽ പ്രവേശിക്കപ്പെടുകയുണ്ടായി. പക്ഷേ സെപ്പറേറ്റ് സ്കൂളുകളിൽ ഇപ്പോൾ ഇമ്പയർമെൻ്റ് ഉള്ളവർ, ഇപ്പോൾ വിഷ്വൽ ഇമ്പയർമെൻറ്റ്, അല്ല ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡ്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ സ്പെഷ്യൽ കാറ്റഗറീസ് ഉള്ളവരെ അവരെ സെപ്പറേറ്റ് സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ സമപ്രായക്കാരിൽ നിന്നും അവർ അകന്ന് ജീവിക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. ദിസ് ഹാസ് ലെഫ്റ്റ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടു സെപ്പറേറ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വിത്തിൻ കൺട്രീസ്, റെഗുലർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അപ്പം മറ്റ് നോർമലായ കുട്ടികളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് സെപ്പറേറ്റ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഈ ഒരു സംവിധാനം 2 തരം സെപ്പറേറ്റ് സിസ്റ്റംസ് ഓഫ് എഡ്യൂക്കേഷൻ ഈ രാജ്യത്ത് വരാൻ കാരണമായി. ഒന്ന് റെഗുലർ സിസ്റ്റം, രണ്ടാമത് റെഗുലർ എഡ്യൂക്കേഷൻ സിസ്റ്റം, രണ്ടാമത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇങ്ങനെ 2 സിസ്റ്റം വരാൻ വേണ്ടി കാരണമായി. ഇപ്പോൾ റെഗുലർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഡിസേബിലിറ്റി ഒന്നും ഇല്ലാത്ത നോർമലായ കുട്ടികൾ പഠിക്കുന്നു. സെപ്പറേറ്റ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ ഈ വൈകല്യമുള്ള കുട്ടികളെ സെപ്പറേറ്റ് ചെയ്തിട്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന 2 വിധം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വരാൻ കാരണമായി. എന്നാൽ the thinking that has been developed during the last 50 years in the disability field has had significant influences not only on special education but also in practice in regular education.
തിങ്കിങ് ദാറ്റ് ഹസ് ബീൻ ഡെവലപ്ഡ് ഡ്യൂറിങ് ദ ലാസ്റ്റ് 50 years. ഈ കഴിഞ്ഞ 50 വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് ചിന്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റി നിർത്തപ്പെടേണ്ടവ അല്ല ഈ കുട്ടികൾ, അവർക്ക് ഒരു പൊതുവായ മുഖ്യധാരയിൽ വിദ്യാഭ്യാസം കൊടുക്കേണ്ടതാണെന്നുള്ള ചിന്തകൾ, അങ്ങനെ ഒരുപാട് ചിന്തകൾ കഴിഞ്ഞ 50 വർഷങ്ങൾക്കുള്ളിൽ കടന്നുപോയി. അപ്പം അങ്ങനെ ആ ചിന്തകളുടെ ഫലമായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ റെഗുലർ എഡ്യൂക്കേഷനിലും എന്തുണ്ടായി, സ്വാധീനം ചെലുത്തപ്പെടുകയുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 50 വർഷത്തെ ചിന്തകൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും അതുപോലെ റെഗുലർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഒരുപാട് ഇൻഫ്ലുവൻസസ്, ഒരുപാട് സ്വാധീനങ്ങൾ ചെലുത്തുകയുണ്ടായി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവാൻ വേണ്ടി അത് കാരണമായി. കറണ്ട് തിങ്കിങ് ആൻഡ് നോളജ് ഡിമാൻഡ് ദാറ്റ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഓൾ ലേണേഴ്സ് ഷുഡ് റിമെയിൻ വിത്ത് ദ റെഗുലർ ക്ലാസ് റൂം ടീച്ചർ. എന്നാൽ ഇന്നത്തെ ഒരു പൊതുചിന്ത എങ്ങനെയാണെന്നറിയോ? ഇന്നത്തെ ഒരു പൊതുചിന്ത എന്ന് പറയുന്നത് എല്ലാത്തരം പഠിതാക്കളുടെയും എല്ലാത്തരം വിദ്യാർത്ഥികളുടെയും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്ന് പറയുന്നത് റെഗുലർ ക്ലാസ് റൂം ടീച്ചറിലാണ്. അപ്പോൾ റെഗുലർ ക്ലാസ് റൂം ടീച്ചറുടെ നേതൃത്വത്തിൽ ഈ ഏബിൾഡും ഡിസേബിൾഡുമായിട്ടുള്ള എല്ലാ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത, പൊതുവിലുള്ള ചിന്ത എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ ലോകത്തുള്ള ചിന്ത എന്ന് പറയുന്നത്. അങ്ങനെ 1990 വേൾഡ് ഡിക്ലറേഷൻ ഓൺ എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള പ്രഖ്യാപനം 1990 വരുന്നത്. മീറ്റിംഗ് ബേസിക് ലേണിംഗ് നീഡ്, ബേസിക്കായിട്ട് ലേണിംഗ് നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള 1990 ഡിക്ലറേഷൻ. അത് പറയുന്നത് എന്താ? ബേസിക് എഡ്യൂക്കേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഓൾ ചിൽഡ്രൻ. ബേസിക് എഡ്യൂക്കേഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും നൽകണമെന്നാണ് 1990 വേൾഡ് ഡിക്ലറേഷൻ ഓൺ എഡ്യൂക്കേഷൻ ഫോർ ആൾ നിഷ്കർഷിക്കുന്നത്. ടു ദിസ് ആൻഡ് ബേസിക് എഡ്യൂക്കേഷൻ സർവീസ് ഓഫ് ക്വാളിറ്റി ഷുഡ് ബി എക്സ്പാൻഡഡ് ആൻഡ് കൺസിസ്റ്റൻറ്റ് മെഷേഴ്സ് മസ്റ്റ് ബി ടേക്കൺ ടു റെഡ്യൂസ് ഡിസ്പാരിറ്റീസ്. ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് വേണം? ബേസിക് എഡ്യൂക്കേഷൻ സർവീസ് എന്ത് ചെയ്യണം? അത് എക്സ്പാൻഡ് ചെയ്യണം, അതിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യണം? കൂട്ടേണ്ടതുണ്ട്. ബേസിക് എഡ്യൂക്കേഷൻ സർവീസ് ഓഫ് ക്വാളിറ്റി ഷുഡ് ബി എക്സ്പാൻഡഡ്, ക്വാളിറ്റി കൂട്ടണം. ആൻഡ് കൺസിസ്റ്റൻറ്റ് മെഷേഴ്സ് മസ്റ്റ് ബി ടേക്കൺ ടു റെഡ്യൂസ് ഡിസ്പാരിറ്റീസ്. വിവേചനങ്ങളില്ലാത്ത രീതിയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായി വരണം ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ. ഇതാണ് നമ്മുടെ കറണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോവാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. അതിൻ്റെ ആദ്യകാല ചരിത്രം മുതൽ നമ്മൾ പറഞ്ഞു വരികയാണ്. ഇൻ യൂറോപ്പ്, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് വെയർ കൺസിഡേർഡ് ടു പോസ് എ സോഷ്യൽ ത്രെറ്റ്. യൂറോപ്പിലെമ്പാടും ഡിസബിലിറ്റി ഉള്ള, വൈകല്യമുള്ളവരെ എങ്ങനെ പരിഗണിച്ചിരുന്ന ഒരു സമൂഹത്തിനൊരു ഭീഷണിയായിട്ടാണ് ഒരു പൊതുസമൂഹം വൈകല്യമുള്ള ആളുകളെ പരിഗണിച്ചിരുന്നത്. ഇത് കുറേ മുമ്പേ ഉണ്ട്. പുരാതന ഗ്രീസ് മുതൽ ആൻഷ്യൻ്റ് കൺട്രീസിൽ അന്നൊക്കെ ഇവർ ജീവിക്കാൻ കൊള്ളാവുന്നവരല്ല എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കൂടിയാണ് അന്നൊക്കെ കടന്നു പോയിരുന്നത്. വൈകല്യമുള്ളവർ ജീവിക്കാൻ അർഹതയില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കൂടെ കടന്നു പോരാ. അപ്പോൾ അങ്ങനെ എന്താണ്, ഇവർ ഒരു സാമൂഹ്യ ഭീഷണിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി വെർ കിൽഡ് ആൻഡ് യൂസ്ഡ് ആസ് ഓബ്ജക്ട്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. നോക്കൂ, ഡിസബിലിറ്റി ഉള്ളവരെ വധിക്കുക, അതുപോലെ അല്ലെങ്കിൽ വിനോദത്തിനുള്ള ഉപാധികളായിട്ട് അവരെ ഉപയോഗിക്കുക, ഇത്തരത്തിലുള്ള വളരെ നിഷ്ഠൂരമായ ക്രൂരമായ രീതിയിലുള്ള സമീപനങ്ങളായിരുന്നു അക്കാലത്ത് യൂറോപ്പിലെമ്പാടും നിലനിന്നിരുന്നത്. ഒന്നുകിൽ അവരെ കൊല്ലുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വിനോദത്തിനുള്ള ഉപാധികളായിട്ട് ഉപയോഗിക്കുക. അതിനൊക്കെ മാറ്റം വരുന്നത് ഫിലാന്ത്രോപ്പിസ്റ്റുകൾ, സന്നദ്ധ സംഘടനകൾ, അവർക്ക് ഈ ഒരു വിവേചനം വളരെയധികം ഹൃദയഭേദകമായി തോന്നി. അവസാനം ഫിലോന്ത്രോപ്പിസ്റ്റ് ഫൗണ്ട് ഇറ്റ് ഇമ്പറാറ്റീവ് ദാറ്റ് PW ഷുഡ് ബി ഗിവൺ കസ്റ്റോഡിയൽ കെയർ. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അതാണ് PWDs, അവരെ പ്രത്യേകം ഒരു സ്ഥലത്ത് സംരക്ഷിച്ചുകൊണ്ട്
താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് കെയർ കൊടുക്കണമെന്നുള്ള ഒരു വാദവുമായിട്ട് ഫിലോആന്ത്രോപിസ്റ്റുകൾ, അതായത് സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മകൾ രംഗത്ത് വരികയുണ്ടായി. ദിസ് ആറ്റിറ്റ്യൂഡ് ഹാസ് ലെഡ് ടു PWs ബീങ് പ്ലേസ്ഡ് ഇൻ അസൈലംസ് വേർ ദേ വെർ ഫെഡ് ആൻഡ് ക്ലോത്ത്സ്. അങ്ങനെ ഈ ആറ്റിറ്റ്യൂഡാണ്, ഈ മനോഭാവമാണ് ഡിസബിലിറ്റി ഉള്ളവരെ ചില അസൈലംസ് എന്ന് പറഞ്ഞാൽ ആശ്രയ കേന്ദ്രം, അഭയ കേന്ദ്രങ്ങൾ, അവിടെ താമസിപ്പിക്കുക, എന്നിട്ട് അവർക്ക് ഭക്ഷണവും വസ്ത്രമൊക്കെ നൽകണം എന്നുള്ള ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാടിലേക്ക് വരികയുണ്ടായി. അപ്പം പുരാതന കാലത്ത് ഇവരെ അത് ഡിസബിലിറ്റി ഉള്ളവരെ വധിക്കുക അല്ലെങ്കിൽ അവരെ വിനോദ ഉപാധികളായിട്ട് സ്വീകരിക്കുക, പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും കൊട്ടാരത്തിലൊക്കെ ഈ വിനോദ ഉപാധികളായിട്ട് കോമാളി വേഷത്തിലൊക്കെ ഇവരെ പ്രതിഷ്ഠിച്ചിരുന്നു. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ട് ഇവരെ എന്ത് ചെയ്യണം, സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, അവരെ സെപ്പറേറ്റായിട്ട് ചില അഭയകേന്ദ്രങ്ങളിൽ പാർപ്പിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണവും വസ്ത്രമൊക്കെ നൽകണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരികയാണ് പിന്നീടുണ്ടായത് ഫിലാന്ത്രോപിസ്റ്റുകൾ, അതായത് സന്നദ്ധ സംഘടനകളും പ്രവർത്തനങ്ങളും. സം PWDs with physical and intellectual impairments as well as mentally ill persons were placed in hospitals for custodial care and treatment. This was the period of institutionalization. ചില വൈകല്യമുള്ളവർ PWDസിൻ്റെ ഫിസിക്കലായിട്ടും, അതായത് ശാരീരികമായിട്ടും ഇൻ്റലക്ച്വലായിട്ടും ബുദ്ധിപരമായിട്ടൊക്കെ വൈകല്യമുള്ളവർ, അല്ല മെൻ്റലി ഇല്ലായിട്ടുള്ള പേഴ്സൺസ്, മാനസികമായ ആരോഗ്യമില്ലാത്തവരൊക്കെ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തു, പ്രവേശിപ്പിക്കപ്പെടുണ്ടായി. എന്നിട്ട് അവർക്ക് കസ്റ്റോഡിയൽ കെയറും അതുപോലെ ട്രീറ്റ്മെൻറ്റും നൽകുകയുണ്ടായി. അപ്പോൾ മെൻ്റലി ആയിട്ടുള്ള ഇമ്പയർമെൻ്റ് ഉള്ളവർ, ചില ഫിസിക്കലായിട്ട് ഇമ്പയർമെൻ്റ് ഉള്ളവർ അതുപോലെ ഒക്കെ ഉള്ളവരെ ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിച്ച് അവർക്ക് പ്രത്യേക കെയറും ചികിത്സയും ഒക്കെ നൽകുകയുണ്ടായി. ദിസ് വാസ് ദ പീരിയഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. ഈ പീരിയഡിനാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. സ്ഥാപനങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരെ സംരക്ഷിക്കുന്ന ഒരു പീരിയഡാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അസൈലംസ്, അഭയ കേന്ദ്രങ്ങൾ, അവിടെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ. അങ്ങനെ അവരെ ചില സ്ഥാപനങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് കെയർ കൊടുക്കുന്ന, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സംവിധാനം. ഇതാണ് ഈ പീരിയഡിൽ സംഭവിച്ചത്. സ്പെഷ്യൽ സ്കൂൾസ് ബിഗാൻ ടു എമർജ് ഇൻ ദ 15th century. 15ാം നൂറ്റാണ്ടിലാണ് പിന്നെ സ്പെഷ്യൽ സ്കൂളുകൾ എന്ത് ചെയ്യുന്നത്, എമർജ് ചെയ്യുന്നത്. 15ാം നൂറ്റാണ്ടിലാണ് സ്പെഷ്യൽ സ്കൂൾ എന്ന സംവിധാനം തന്നെ വരുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ദോസ് വിത്ത് സെൻസറി ഇമ്പയർമെൻറ്റ്സ്. സെൻസറി ഇമ്പയർമെൻറ്റ്സ് അതായത് പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വൈകല്യങ്ങളുള്ളവർ, ഇപ്പോൾ വിഷ്വൽ ഇമ്പയർമെൻറ്റ്, ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇത്തരം ഇമ്പയർമെൻ്റ് ഉള്ളവർക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങളായിട്ട് സ്പെഷ്യൽ സ്കൂളുകൾ എമർജ് ചെയ്യുന്ന 15ാം നൂറ്റാണ്ടിലാണ്. അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ ആദ്യം സെൻസറി ഇമ്പയർമെൻ്റ് ഉള്ളവർക്ക് മാത്രം ആണ് ആ സ്കൂളുകൾ തുടങ്ങിയത്. അതർ ഡിസബിലിറ്റി ഗ്രൂപ്പ്സ് വെയർ കൺസിഡേർഡ് ഫോർ സ്പെഷ്യൽ സ്കൂൾസ്. ഇതല്ലാത്ത വൈകല്യമുള്ളവർ, സെൻസറി ഇമ്പയർമെൻറ്റ്സ് അല്ലാത്ത, ഇപ്പോൾ ഫിസിക്കൽ ഇമ്പയർമെൻറ്റ്, അതുപോലെ മെൻ്റൽ റിട്ടാർഡ്നെസ്, ഇങ്ങനെയുള്ള വൈകല്യങ്ങളുള്ളവർക്ക് അവർ സ്പെഷ്യൽ സ്കൂളിലാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. The emphasis on early special groups was on vocational skills. ആദ്യത്തെ സ്പെഷ്യൽ ഗ്രൂപ്പുകളിൽ അവർക്ക് മുഖ്യ പരിഗണന നൽകിയത് വിദ്യാഭ്യാസം എന്നുള്ള വൊക്കേഷണൽ സ്കിൽസാണ്. തൊഴിൽപരമായിട്ടുള്ള നൈപുണികൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതിലാണ് കൂടുതലായിട്ട് ഊന്നൽ നൽകി. അല്ലാതെ അവർക്ക് നമ്മൾ മറ്റുള്ള കുട്ടികളെ പോലെ വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് മിനിമം എന്താണ്, എസെൻഷ്യലായിട്ടുള്ള ഒരു തൊഴിൽപരമായ സ്കില്ല്, ജീവിക്കാൻ ആവശ്യമായ തൊഴിൽ ചെയ്യാനുള്ള ചില നൈപുണികൾ, വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യാനുള്ള നൈപുണികൾ വികസിപ്പിക്കുക, ഇതിലായിരുന്നു കൂടുതൽ ഊന്നൽ ശ്രദ്ധ നൽകിയിരുന്നത്. Some PWs with physical and intellectual impairments as well as mentally ill persons were it is a repetition വന്നതാണ്. Their curriculum was different from that in public schools.
ഇവരുടെ കരിക്കുലം എന്ന് പറയുന്നത് അതായത് ഇവരുടെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് എന്താണ്, പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് പബ്ലിക് സ്കൂളിൽ നിന്നും വളരെ ഡിഫറൻ്റാണ്. അവരെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങൾ മെത്തഡോളജി കാര്യങ്ങളൊക്കെ എന്താണ് പൊതുവിദ്യാലയങ്ങൾ പബ്ലിക് സ്കൂളിൽ നിന്ന് വളരെ ഡിഫറൻ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അവർക്ക് വൊക്കേഷണൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു തരം വിദ്യാഭ്യാസമാണ്. ദീസ് ഏർലി സ്കൂൾസ് ബിലോങ് ടു പ്രൈവറ്റ് ഫിലാന്ത്രോപ്പിക് ഓർഗനൈസേഷൻസ്. ഈ സ്കൂളുകൾ ആദ്യകാലത്ത് തുടങ്ങിയ ഈ സ്കൂളുകൾ സ്വകാര്യമായിട്ടുള്ള സന്നദ്ധ സേവന സംഘടനകൾ, ജീവകാരുണ്യ സംഘടന പ്രവർത്തകരൊക്കെ തുടങ്ങിയ സ്കൂളുകളാണ് സ്വകാര്യ മേഖലയിൽ. ഗവൺമെൻറ് ഇൻവോൾവ്മെൻറ്റ് കെയിം ഇൻ മച്ച് ലേറ്റർ. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇൻവോൾവ്മെൻറ്റ് എടുക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷമാണ്. തുടക്കത്തിൽ ഫിലാന്ത്രോപിസ്റ്റുകൾ, സന്നദ്ധ സംഘടനകളായിരുന്നു ഇത്തരം സ്കൂളുകൾ നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇൻ ദ ലേറ്റ് 1950s അവസാനമായപ്പോഴേക്ക് 1950കളുടെ അവസാനമായപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ബിഗാൻ ടു ബി ക്വസ്റ്റ്യൻ. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്നുള്ള ഈ ഒരു സംവിധാനം ഇവരെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ മാറി സെപ്പറേറ്റ് ചെയ്ത് താമസിപ്പിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റം അത് ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ റിമൂവ്ഡ് PWs ഫ്രം ദ കൾച്ചറൽ നോംസ് ഓഫ് ദ സൊസൈറ്റി ടു വിച്ച് ദേ റൈറ്റ്ലി ബിലോങ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ ശരിക്കും അവർ ഏതൊരു കൾച്ചറൽ സൊസൈറ്റിയിലാണ് താമസിക്കുന്നത്, അവർ ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റി ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കൾച്ചറൽ നോംസിൽ നിന്നും എന്താണ് അവരെ റിമൂവ് ചെയ്യുന്നത്. അവരുടെ സംസ്കാരത്തിൽ നിന്ന് അവരെന്ത് ചെയ്യാണ്, മാറ്റി നിർത്തപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സംസ്കാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് വേറെ സംസ്കാരത്തിലേക്ക് അവരെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഈ ഒരു കാരണം കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന ഈ സംവിധാനം ചോദിച്ചപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് ദിസ് ലെഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് നോർമലൈസേഷൻ. അങ്ങനെയാണ് നോർമലൈസേഷൻ എന്ന ഒരു ആശയം ഉണ്ടായി വരുന്നത്. നോർമലൈസേഷൻ എല്ലാവർക്കും അറിയാം. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും ഒരേമാതിരിയുള്ള ഒരു പരിഗണന കൊടുക്കുന്ന ഒരു രീതി, നോർമലൈസേഷൻ. ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ സ്കാൻഡിനേവിയൻ കൺട്രീസ്, എസ്പെഷ്യലി ഇൻ ഡെൻമാർക്ക് ആൻഡ് സ്വീഡൻ. ആദ്യമായിട്ടിത് സ്കാൻഡിനേവിയൻ കൺട്രീസിലായ ഡെൻമാർക്കിലും സ്വീഡനിലുമാണ് നോർമലൈസേഷൻ എന്ന സംവിധാനം വരുന്നത്. നോർമലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് those with mental or developmental disabilities to live as normal a life as possible for that individual. ഇപ്പോൾ നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. പ്രത്യേക ആവശ്യങ്ങളുള്ള ഇൻഡിവിജ്വൽസ്, പലതരം ഡിസബിലിറ്റികളും അവരുടെ പ്രത്യേക ആവശ്യങ്ങൾ ഇൻഡിവിജ്വൽസിന് എന്താണ്, അവരെ സഹായിക്കുകയാണ്. എന്തിന്, പ്രത്യേകിച്ച് മാനസികമായിട്ട് മെൻ്റലായിട്ട് ഡെവലപ്മെൻ്റായിട്ട് ഡിസബിലിറ്റീസ് ഉള്ളവരെ to live as normal a life as possible for that individual. ആ ഇൻഡിവിജ്വലിന്, ആ വ്യക്തിക്ക് കഴിവിൻ്റെ പരമാവധി ഒരു നോർമൽ ലൈഫ്, ഒരു സാധാരണ ജീവിതം നയിക്കാൻ അവനെ പ്രാപ്തനാക്കുകയാണ്. അപ്പം സമൂഹത്തിൽ മറ്റുള്ളവരുടെ കൂടെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ ഈ മെൻ്റലി ആയിട്ടും അതായത് ഡെവലപ്മെൻ്റലായിട്ടുമൊക്കെ ഡിസബിലിറ്റി ഉള്ള ആളുകളെ പ്രാപ്തനാക്കുന്ന ഒരു സംവിധാനമാണിത് നോർമലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനിൽ അതുണ്ടാവില്ല, കാരണം അവർക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഉള്ള സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നോർമൽ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയില്ല. An important part of the normalization process is mastering and self-help skills necessary for acceptance in the society. വളരെ പ്രധാനമായ നോർമലൈസേഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നതാണ് സെൽഫ് ഹെൽപ്പ് സ്കിൽസിൽ. അതിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് എടുക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്, അതിൽ മാസ്റ്റർ ചെയ്യണം. അപ്പം നമുക്കറിയാലോ, മെൻ്റലി റിട്ടാർഡർ, അതിൽ ഫിസിക്കലി ഡിസബിലിറ്റി ഒക്കെ അങ്ങനെ പല വൈകല്യങ്ങളുള്ളവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ സ്വന്തമായി ചെയ്യാൻ കഴിയില്ലല്ലോ. അതിനെ ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന പാകത്തിലാക്കി മാറ്റുക, എന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ, നേരത്തെ പറഞ്ഞ മാതിരി വൊക്കേഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരെ പ്രാപ്തനാക്കുക. എന്നിട്ട് സൊസൈറ്റിയിൽ, സമൂഹത്തിൽ അവർക്കൊരു സ്വീകാര്യത വരുത്തി തീർക്കുക. അപ്പോൾ സമൂഹത്തിൽ അവർക്കൊരു സ്വീകാര്യത വരുത്തി തീർക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് നോർമലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ അക്സെപ്റ്റൻസ് ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, ഓഫറിംഗ് ദം ദ സെയിം കണ്ടീഷൻ
as are offered to the other citizens. ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാം, അത് മറ്റുള്ള സാധാ പൗരന്മാരുടെ പോലെ തന്നെ അവർക്കുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എല്ലാ കണ്ടീഷൻസും ഇവർക്ക് മറ്റുള്ള പൗരന്മാരെ പോലെ തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണിത് നോർമലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. In short, it is a process or attempt for making the education and living environment of exceptional children as close to normal as possible. പറഞ്ഞ മാതിരി ലൈഫ് മാക്സിമം നോർമലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ മേക്കിംഗ് ദ എഡ്യൂക്കേഷൻ ആൻഡ് ലിവിങ് എൻവയറമെൻറ്റ്, വിദ്യാഭ്യാസവും അവരുടെ ജീവിത സാഹചര്യങ്ങളും എന്ത് ചെയ്യാണ്, മാറ്റിയെടുക്കുകയാണ്. ഒരു നോർമൽ ലൈഫ് എക്സെപ്ഷണൽ ചിൽഡ്രനെ എങ്ങനെ മാക്സിമം ഒരു നോർമൽ ലൈഫ് എങ്ങനെയാണോ പോസിബിൾ ആക്കാൻ കഴിയുമോ അതിനുള്ള ഒരു പ്രോസസ്സാണ് ചുരുക്കി പറഞ്ഞാൽ നോർമലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയർ കൺസിഡർഡ് ടു ബി ആർട്ടിഫിഷ്യൽ ആൻഡ് കൗണ്ടർ പ്രൊഡക്റ്റീവ്. സ്ഥാപനങ്ങളെന്ന് പറയുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനിലുള്ള സ്ഥാപനങ്ങൾ, അസൈലംസ്, ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും ആർട്ടിഫിഷ്യലാണ്. കാരണം അവിടെ ഓരോരുത്തരുടെയും കഴിവുകൾ വികസിപ്പിക്കാനുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ല. അവരെ കൗണ്ടർ പ്രൊഡക്റ്റീവാണ്, അവിടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ട്രാൻസ്ഫർ ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻ്റഗ്രേഷൻ ഇൻ ടു നോർമൽ കമ്മ്യൂണിറ്റി സെറ്റിങ്സ് റിക്വയർ കൺസിഡറബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അങ്ങനെ താമസിച്ചുകൊണ്ട് പഠിക്കുന്നവരെ പിന്നെന്താ നോർമൽ കമ്മ്യൂണിറ്റി സെറ്റിങ്സിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യല്ലേ. അപ്പോൾ അത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അവർ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് റിക്വയർഡ് കൺസിഡറബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്, കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും പിന്നെന്ത് ചെയ്യുക നോർമൽ കമ്മ്യൂണിറ്റി സെറ്റിങ്സിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. എന്നാൽ ഡെസ്പൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ്, ആ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇറ്റ് വാസ് കൺസിഡർഡ് നെസസറി ടു ഇംപ്ലിമെൻറ്റ് നോർമലൈസേഷൻ ഓർ ഡി ഇൻസ്റ്റിറ്റ്യൂഷനൈസേഷൻ. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ് നോർമലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ അത്യാവശ്യമാണെന്ന് പരിഗണിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിൽ നിന്നും അവരെ മാറ്റിയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത് വളരെ ആവശ്യമായിട്ട് ബോധ്യപ്പെടുകയുണ്ടായി. ഇന്നത്തെ ഒരു കൺസെപ്റ്റ് അതാണ്. ദിസ് പ്രോസസ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ ടുഡേ. ഈ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിത്ത് മോർ ആൻഡ് മോർ മെൻ്റലി ഇൽ പേഴ്സൺസ് ബീങ് പ്ലേസ്ഡ് ഇൻ ദ കമ്മ്യൂണിറ്റി വിത്ത് സം സപ്പോർട്ട്. കമ്മ്യൂണിറ്റിയിൽ നല്ല സപ്പോർട്ടോട് കൂടി കൂടുതൽ ആളുകൾ മെൻ്റലി ആയിട്ടുള്ള ഇൽ പേഴ്സൺസ് ഒക്കെ എന്താണ് ഇപ്പം കമ്മ്യൂണിറ്റിയിൽ അവർക്ക് സ്ഥാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോസസ്സാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ എഡ്യൂക്കേഷൻ, നോർമലൈസേഷൻ മീൻസ് മേക്കിംഗ് മാക്സിമം യൂസ് ഓഫ് ദ റെഗുലർ സ്കൂൾ സിസ്റ്റം വിത്ത് എ മിനിമം റിസോർട്ട് ടു സെപ്പറേറ്റ് ഫെസിലിറ്റീസ്. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്, എന്താണ് ഇറ്റ് മീൻസ് മേക്കിംഗ് മാക്സിമം യൂസ് ഓഫ് ദ റെഗുലർ സ്കൂൾ സിസ്റ്റം. റെഗുലർ സ്കൂൾ സിസ്റ്റം മാക്സിമം നമ്മൾ യൂസ്ഫുൾ ആക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ നമ്മൾ എന്ത് ചെയ്യാണ് മാക്സിമം യൂസ്ഫുൾ ആക്കുകയാണ്. വിത്ത് എ മിനിമം റിസോർട്ട് ടു സെപ്പറേറ്റ് ഫെസിലിറ്റീസ്. വളരെ ഈ സെപ്പറേഷൻ മാക്സിമം കുറച്ചുകൊണ്ട് മാക്സിമം എന്താണ് റെഗുലർ സിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യാണ് അവർക്ക് യൂസ്ഫുള്ളായിട്ട് മാറ്റുകയാണ്. ദസ് നോർമലൈസേഷൻ ഗേവ് റൈസ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇങ്ങനെയാണ് ഈ നോർമലൈസേഷൻ എന്നുള്ള ഈ ഒരു ആശയമാണ് പിന്നീട് ഇൻ്റഗ്രേഷൻ, ഉത്ഗ്രഥനം എന്ന ഒരു സമീപനത്തിലേക്ക് നയിച്ചത്. നോർമലൈസേഷൻ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ദ സൊസൈറ്റി. നോർമലൈസേഷനും അതിൻ്റേതായ ചില പരിമിതികളുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലുള്ള വളരെ വിശാലമായ രീതിയിലുള്ള ഈ വ്യക്തിവ്യത്യാസങ്ങളുണ്ട്. ആ ഒരു റേഞ്ചിനെ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ നോർമലൈസേഷനും സാധിച്ചില്ല. അണ്ടർ നോർമലൈസേഷൻ പീപ്പിൾസ് ഇൻഡിവിജ്വാലിറ്റി സീംസ് ടു ബി ഓവർലുക്ക്ഡ്. ഓരോരുത്തരുടെയും വ്യക്തിത്വങ്ങൾ കൃത്യമായി പരിഗണിക്കപ്പെടാതെ പോയി എന്നുള്ള ഒരു ന്യൂനത എന്തുണ്ട് നോർമലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ നോർമലൈസേഷൻ പിന്നീട് ഇൻ്റഗ്രേഷൻ എന്ന ഒരു സംവിധാനത്തിലേക്ക് മാറും. പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താണ് ഇൻ്റഗ്രേഷൻ എന്താണെന്നും പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നാളെ മറ്റൊരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പിന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ മൈൽ സ്റ്റോൺസൊക്കെ കൃത്യമായി നോട്ട് ചെയ്യുക.
കേട്ടോ. ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്, ഇതിൻ്റെ ബാക്കി നാളെ എടുക്കും. 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ടോപ്പിക് എടുക്കുന്നത്. കുറച്ച് ലോങ് ആയ സാധനം അതിനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോട്ട്സൊക്കെ റെഡിയാക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.